ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 28 മുതലുള്ള 34 മുതലുള്ള വചനങ്ങളിലൂടെ നമ്മൾ ശ്രവിക്കുന്നുണ്ടല്ലോ. ഈശോ ഒരു മനുഷ്യൽ നിന്ന് പിശാച് ബാധിതനെ ബഹിഷ്കരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സിമിത്തേരിയിലാണ്. പലപ്പോഴും നമുക്ക് സിമിത്തേരി എന്ന് കേൾക്കുമ്പോൾ ഭയമാണ്. രാത്രികളിൽ പോലും ഇതിന് സമീപത്തോടെ സഞ്ചരിക്കാൻ പോലും ഭയപ്പെടുന്നു. ദുരാത്മാക്കൾ, മരിച്ച ആത്മാക്കൾ, മോക്ഷം കിട്ടാത്തവരൊക്കെ നമ്മളെ ബാധിക്കുമോ എന്നുള്ളൊരു ഭയം. പക്ഷെ ഇവരെല്ലാം സിമിത്തേരിയിൽ വിശ്രമിക്കുന്നവരെല്ലാം, അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവർ നിത്യസമ്മാനത്തിനായി കേഴുകയാണ്. എന്നാൽ ദൈവ കൽപ്പനകൾ പാലിക്കാതെ ദുർനടപ്പുകാരായി ജീവിച്ച് മരിച്ചവരാണ് പിശാച് ബാധിതരായി ആ മനുഷ്യൻ ആവസിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ചോദിച്ചത്, ഞങ്ങളുടെ സമയമാകുന്നതിന് മുൻപേ നീ എത്തിയതെന്താണ്? എങ്കിൽ ഞങ്ങൾ ആ പന്നിക്കൂട്ടത്തിൽ പോയി മരിക്കാൻ, നശിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ദൈവം അനുവദിക്കുന്നു. ആ മനുഷ്യൻ രക്ഷ പ്രാപിച്ചു. പക്ഷേ ദുരാത്മാക്കൾ ദൈവത്തിൻ്റെ മോചനത്തിനായിട്ട് കാത്തു. നമുക്കിപ്രകാരം നമ്മുടെ പഴയ തലമുറകളിലേക്ക് നമുക്ക് ചിന്തിച്ച് നോക്കാം. ആരെല്ലാം നമ്മൾ അകന്നു മാറിയിട്ടുണ്ടോ? ദുരന്തഭൂമിയിൽ, അല്ലെങ്കിൽ വിശുദ്ധ സ്വർഗീയ സഹവാസത്തിനായി പരിശ്രമിക്കുന്നവർ, നിത്യനരകത്തിൽ കേഴുന്നവർ, അവർക്കൊണ്ടൊന്നും പ്രാർത്ഥന തുടരാം. നമ്മളൊന്നും പിശാച് ബാധിതരല്ല, ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. ഈ ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങൾ തുടരാൻ പരിശുദ്ധാത്മ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.